ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോണത് ഷാപ്പിലാണ് കേട്ടോ. പുഞ്ചക്കരി ഇവിടെ കുലുങ്ങണ്. ചേട്ടാ എന്തിനിത് റോഡ് വീഗാലാൻഡ് പോലെ ഇരിക്കണ്. റോഡ് കുഴിയും ഇറക്കവും എന്തോന്നത്. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടികളൊക്കെ നിരന്ന് കിടക്കണം. ഇതൊരു ഷാപ്പ്. ഇവിടെ മൊത്തം ഷാപ്പേ ഉള്ളൂ. ഇതാ ഇത് നോക്ക്. ഹായ് കേരള രമണി അല്ല, എന്തൊരു പ്രകൃതി രമണി. കേരള രമണി നോക്ക്. അപ്പുറത്ത് അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഓണം വീട്ടിലൊന്നും അല്ല, ഷാപ്പിലാണ്. നമ്മളെപ്പോലെ എല്ലാവരും തിരുവോണം ആഘോഷിച്ചിട്ട് ഇന്ന് ഇറങ്ങിയതായിരിക്കും കറങ്ങാൻ. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. വെള്ളത്തിന് മീത് നിൽക്കണം കേട്ടോ. ആദ്യം വന്നെടുത്ത് അവന്മാർക്ക് ഭയങ്കര മുട കേട്ടോ. അതല്ല ഇവിടെ ഒട്ടകമൊക്കെ ഉള്ളിടത്ത്. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടെ നിന്നല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെയൊക്കെ ഉണ്ടല്ലോ, അവിടെ കയറാം. അത് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് പേര് പോകണുണ്ട്. ഇതാ കണ്ട, ഈ ആട്ടിലുള്ള ടീംസൊക്കെ വന്നതാണ് കഴിക്കാൻ. നമ്മളടുത്ത് കാണിച്ച മുട അവരടുത്തും കാണിച്ചു. സംഭവം വേറൊന്നുമല്ല, അവിടെ വിളമ്പാൻ അങ്ങണ്ട് ആളില്ലാന്ന് തോന്നുന്നു. ഒരാൾ വെയിറ്റർമാർ കുറവെന്നാണ് പറഞ്ഞത്. ഒരാളേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പറയണത് പോലും കേൾക്കാൻ കൂടി നിൽക്കണില്ല. പിന്നെ എന്തിന് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം? വേറെ സ്ഥലം ഇല്ലാത്തതൊന്നും അല്ലല്ലോ, വേറെ ഷാപ്പില്ലേ. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ വേറെ അതിൻ്റെ തൊട്ടിപ്പുറത്തൊക്കെ അത്യാവശ്യം തിരക്കായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ അധികം ആളൊന്നുമില്ല, പക്ഷെ അവിടെ ഇരിക്കണ ഫാമിലി ആയിട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അല്ലാതെ ഒരുമിച്ചിരിക്കുന്ന ഹാള് പോലെ ഉണ്ടല്ലോ, അവിടെയാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളിത് അവിടെ നിന്ന് തിരിച്ച് ആദ്യം കണ്ടില്ല, ഒരു തിരക്ക് കാണിച്ച് അവിടെയാണ് കയറാൻ പോണത്. ഇവിടെയും ഫുള്ള് തിരക്ക്, ഒരിടത്ത് സീറ്റില്ല. കർത്താവേ നോക്കൂ. മൊത്തത്തിൽ ഫുള്ള് തിരക്ക്. നമ്മളെ പോലെ വെയിറ്റ് ചെയ്യണതാണ് ഇവര്. കണ്ട, ഇതോ ആ കാണുന്നതാണ് തിരക്ക്. കണ്ട, പൊട്ടി ബായിരുന്ന് പൊട്ടി. തിരക്ക് കൂടിയപ്പോൾ പെട്ടെന്ന് ക്ലീനിങ്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. ചോറല്ല, പഴിഞ്ഞ് നല്ല ഒന്നാം തന്നെ പഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കാത്തു കിട്ടിയിരിക്കുന്നത്. ഈശ്വര, ഒരിടത്തും കാലും കൈയും വയ്ക്കാൻ നിവർത്തിയില്ല. തല നേരെ കാണിക്കും. ഹലോ ഗൈസ്, ആയിഷ് ഒടുവിൽ സ്ഥലം കിട്ടി. മൊത്തത്തിലിരിക്കുന്നിടത്ത് കാണിച്ചു തരാം എല്ലാവരും. പെണ്ണുങ്ങളൊക്കെ കള്ളു കുടിക്കണം കണ്ടോ. പിന്നെ മട്ടായി കാത്തിരുന്ന് ഓർഡർ കൊടുത്തു ഗൈസ്. ആയിഷ് പാട്ട് പാടാ. ആയിഷ് കടലോ. ആയിഷ് എന്തിനാ ഓർഡർ ചെയ്ത പറ. ആയിഷ് ഓർഡർ ചെയ്ത് പറ. ചിപ്പിയൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ, വേറെ പറ. ആയിഷ് കണവയൊന്നുമില്ല. അമ്മ പന്നി പറഞ്ഞു, പന്നി റോസ്റ്റ്. 2 കരിമീൻ എനിക്കും കൊച്ചിനാണ്. അതിൽ കൈ ഇടാൻ ഞാൻ ഓർഡർ വന്നിട്ട് കാണിച്ചുതരാം. 2 കരിമീൻ, കണവ റോസ്റ്റ്, വേറെ എന്തൊരു കപ്പ. ചോറൊന്നുമില്ല ഇന്ന് ഫുള്ള് വേറെ വെറൈറ്റിയാണ്. വേറെ എന്തിനായിട്ട് ഓർഡർ ചെയ്താൽ 2 കപ്പ, ബെറോട്ട, മിനറൽ വാട്ടർ, പിന്നെ വേറൊന്നുമില്ല. ഇത്ര തന്നെ. മീൻ കാണിച്ചു തരാം. പൊരിക്കുമ്പോൾ ഇനി ചെറുതാവുമെന്നോ. തലക്കറി ഉണ്ട് കേട്ടോ, തലക്കറി. ഇനി വരുമ്പോൾ കാണാം. ഇപ്പം തന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത്, ഇനി അത് കൊണ്ടുവരാനും കൂടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്ക്. നിൽക്കാനും വെയിറ്റ് ചെയ്യാനും എല്ലാവർക്കും ഇന്ന് ഭയങ്കര മനക്കെട്ടിയായിട്ടാണ്. എല്ലാം വെയിറ്റ് ചെയ്യണമെന്ന് ഒറ്റയെണ്ണം കാത്തിട്ട് പോകണില്ല.
നമ്മളെ പോലെ. കണ്ട ഇന്നത്തെ തിരക്ക്, കുറേ പേര് ഇവിടെ വെയിറ്റിംഗ് ആണ് കയറിയിരിക്കാനായിട്ട്. കുറേ പേർക്ക് ഫുഡ് കിട്ടിയില്ല. അങ്ങോട്ട് പോയി മറ്റേ മുട്ടായി ഇതൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് തിന്നാം. വയറ് കാണുമെന്ന് മീനൊക്കെ തിന്നാം. വയറ് കാണുന്നു, ഗ്യാപ്പ് കാണുന്നു. കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കണം. വിളമ്പണ ചേട്ടന്മാരെല്ലാം കീഞ്ഞാണ് നിൽക്കണേന്ന് തോന്നുന്നു. അതാണ് ഭയങ്കര സ്ലോ. ഒന്നിന് കണ്ണൊന്നും കണ്ടുകൂടാ. നല്ല ഉപ്പൻ്റെ കണ്ണുപോലെ ഇരിക്കും. ഐസ്ക്രീം കൊട്ടണ സൗണ്ട് കേൾക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോയി വാങ്ങിക്കണം? ചേട്ട വെള്ളം കുടിച്ച് വയറ് വീർപ്പിക്കും. എന്തിനാ പറയണം? ഓണം വന്നിട്ട് പോയി. ഇന്ന് 3 ഓണം. ആയിഷ് എന്നെ കണക്കാണ് ഇരിക്കുന്നത്, ചേട്ടനെ കണക്കാണ് ഇരിക്കുന്നത്. നോക്കൂ, എനിക്ക് തോന്നണം എന്നെ കണക്കാണ് ഇരിക്കുന്നത് അല്ലേ? ആയിഷ് അമ്മേനെ കണക്കാണ്, സുന്ദരിയാണ്. സുന്ദരി തന്നെ. വീഡിയോ എടുക്കല്ലേ? ചേട്ട കുടിക്കാതിരുന്ന് അഭിനയിക്കണുണ്ടോ ഈ മനുഷ്യൻ? പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് കമന്ന് കിടന്ന് കുടിക്കണം. വയ്യ, ഇടിച്ച് പോയിടിച്ച് നമ്മക്കുള്ള എത്തി. അത് വരും ആരെന്നായിട്ട് പോകും. എല്ലാം സൂം ചെയ്ത് കാണിച്ചു തരാം. തലക്കറി, ചിപ്പില്ല, അത് ഇത് ഇതിലിട്ട കണവാ. ചേട്ടാ ഈ പ്ലേറ്റ് അങ്ങോട്ട് വെച്ചേട്ടോ. കഴിച്ചിനാണോ? പന്നി കൊള്ളാട്ടോ. നമ്മുടെ ഫിഷ് ശരിയാണോ? ഫുള്ള് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി അങ്ങനെ. ഒരുവിധം മണി 4-3 അങ്ങാണ്ടൊക്കെ ആയി. ഞാൻ ബില്ല് കാണിച്ചു തരാം. ഇത്രയാണ് ബില്ലായത്. ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇതൊക്കെ 2000-ന് എത്ര കുറവ്? 19 രൂപ. നോക്ക്
ഭയങ്കര തിരക്ക്. നോക്ക് സൂര്യകാന്തിയൊക്കെ നിൽക്കണം. അടിപൊളി കേട്ടോ, വലുത്. ഇത് നോക്ക്. വാവ്, ഞാൻ ഒന്നില്ല കേട്ടോ, അതിനെ സൂം ചെയ്ത് കാണിക്കട്ടോ. ചെറുത് ഇല്ല കേട്ടോ, ഈ മനുഷ്യൻ നിൽക്കണില്ല. നോക്ക്, ഇതൊക്കെ വിത്തായി വരണതേ ഉള്ളൂ. വിത്തല്ല, മൊട്ട് വിരിയണതേ ഉള്ളൂ. ആ ജമുന്തി അടിപൊളി അല്ലേ ഏട്ടാ. നോക്ക് കളർ, നോക്ക് അടിപൊളി. ഇതെന്താ ഓണത്തിന് പറിച്ചില്ല ഏട്ടാ? നോക്ക് എന്തേ പറയടാ. കണ്ട ഫോട്ടോയൊക്കെ എടുക്കുന്ന ആൾക്കാർ. സൂര്യകാന്തി. ആ ഒരെണ്ണം ഇങ്ങോട്ട് തിരിച്ചിരിക്കണം. ഇതിൻ്റെ വേണ്ട, അവിടെയാണ് ഇങ്ങോട്ട് ഫേസ് നോക്കിയിരിക്കണം. ഇവിടെ നിന്ന് അങ്ങ് അറ്റുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ 2 സൈഡ് വന്നപ്പോൾ. ഹായ്, നോക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒറിജിനൽ സൂര്യകാന്തി ഇതുപോലെ? ഞാൻ കണ്ടു. താണ്ടേ കേട്ടാ തിരിയില്ല. ഇത് നോക്ക്, ഇത് നോക്ക്, ഇത് നോക്ക്. എവിടെ? ഇതാ. ഓ പിന്നെ വീട്ടുകാർ ഇതിൽ നിന്ന് തന്നെ കുറച്ച് അത്ത കിട്ടിക്കണം. പിന്നെ ഇവിടെ ആര് നോക്കാതിരിക്കണം? വെളുപ്പിനെ വന്ന് പറിച്ചോണ്ട് ഓടിയാൽ നടന്നു പോകരുത്. വെയിലത്ത് പോകണമൊക്കെ എല്ലാം കൂടി. നോക്ക്, ഇത് അടിപൊളിയായിട്ട് 2 സൈഡും ഉണ്ട്. വെയിലായതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. ഇത് ഫോണിൽ കാണാൻ പറ്റണതല്ലേ. ആയുഷ് കണ്ട മരിച്ചിനി പണയരയൊക്കെ ഇടയിൽ നിൽക്കണം. നോക്ക്, ആയുഷ് മാത്രമല്ല നമ്മളെല്ലാവരും ഉണ്ട്. നാരങ്ങ എന്നല്ല, നെല്ലിക്ക. വയറൊക്കെ ഫുള്ളായി, അനങ്ങാൻ വയ്യ. തലമുടി പറന്ന്. അപ്പം എന്തിനാണ് കെട്ടണം. തണല് നോക്കി വന്ന അവസാനം വെയിലത്ത് തന്നെ വന്നിരിക്കണം. ഒരു സാധനം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. കൊള്ളാമോ? ബോറായിട്ടുണ്ടല്ലേ. എല്ലാ വീഡിയോയിലും സെയിം ഗ്ലാസ് വെച്ച 2 പണയിൽ കിടക്കണ കാണിച്ചു തരാം. 1 2 തോ എണിച്ച് ഓടണം. ആ പോയി നെല്ലിക്ക. ആയുഷിന് തിന്നണ്ട കേട്ടാ, അപ്പൊക്കോ. ആ പിന്നെ അടിച്ച് കീഞ്ഞോലെ കിടക്കണമെങ്കിൽ അങ്ങേരൊന്നും തൊട്ടിട്ടില്ല കേട്ടാ. ഇന്ന് ഫ്രഷാണ്. ചെളിയിൽ വീഴ് കഴിവ ഇവിടെ ഒന്നുമില്ല. കണ്ട കാണിക്കണ കണ്ട. ടിഷ്യൂ പേപ്പർ ഉണ്ടോ? സമയം 3:48. ഈ വെയില് താന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ വെയില് താന്നിട്ട് എണിച്ച് പോവാന്നല്ലേ. പറ്റൂല, അവിടെ ഇരുന്നാ മതി. കിടക്കാനൊന്നും പറ്റില്ല. നമ്മളന്ന് ഷൂട്ടിന് അപ്പുറത്താണ് കേട്ടോ വന്നു. അവിടെ നിൽക്കല്ലേ നിങ്ങളിപ്പോൾ? അങ്ങേര് മിണ്ടിയാ അവിടെയാണ് വന്നു അല്ലേ ആയിഷോ? അമ്മ ചെളിയിലൊക്കെ ഒന്ന് വീണം. ഈ വെയിലൊന്ന് താന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിങ്ങനെ നടന്നു പോണ സംഭവമാണ് കേട്ടോ. ഉയരയും താഴെയും വീണെണിച്ചൊക്കെ വന്നാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ചേട്ടൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പിടിച്ചെണിപ്പിക്ക് ആളുണ്ട്. നിങ്ങൾ എനിക്ക് 2 സ്ഥിരതാമസാകിയ പണ്ടങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പോ അരക്കയില മാവില്ല കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ട ഉറക്കെ പറയേ. ഷൂട്ട് ചെയ്യുന്നു. നല്ല കാറ്റ്, പക്ഷെ വെയില് കുറഞ്ഞെങ്കിൽ. ആ ഷാപ്പിലെ കാര്യം പറയാം, അത് വിട്ടുപോയി. ഷാപ്പിൽ മുടിഞ്ഞ തിരക്കായിരുന്നു. മണിക്കൂറോളം നിന്നിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്തിട്ട് കാത്തു നിന്നിട്ടാണ് കിട്ടിയത് കഴിക്കാൻ. ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കിൽ നിന്ന് ഫുഡ് കഴിക്കണത്. സത്യം പറഞ്ഞാൽ ദേഷ്യം വന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യണത്. പക്ഷെ ഇന്ന് ഭയങ്കര ക്ഷമയായിരുന്നു, ഒടുക്കത്തെ ക്ഷമയായിരുന്നു എല്ലാത്തിനും.
ആയിഷ ഒന്ന് കിണുങ്ങിയായിരുന്നു, വിശക്കണ് എന്ന് പറഞ്ഞ്. 3 മണിയായപ്പോൾ ഓർഡർ ചെയ്ത് 3:45 അല്ല 2:45 ഓർഡർ ചെയ്ത് 3:44 സാധനം കൊണ്ടുവന്നു. തന്നെ ഞാൻ സമയം നോക്കി 2:48 എന്ന്. ചുമ്മാ ഒരു ഗുമ്മിനിരിക്കട്ടെ. മണിക്കൂറായിരുന്നു. നമ്മളെപ്പോൾ വന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ട? 1:14 വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. 1:34 1:45 അടുപ്പിച്ചെത്തിയായിരുന്നു. 2-3 ഷാപ്പിൽ കയറിയില്ല, എന്നിട്ടല്ലേ കിട്ടിയത്. പിന്നെ ഫുഡ് കൊള്ളായിരുന്നു, എരിയായിരുന്നു. നമ്മൾ വാങ്ങിച്ച ഇത്തിരി കൂടുതലായിരുന്നു. അതിൽ നിന്ന് 1-2 പ്ലേറ്റൊക്കെ കുറയ്ക്കായിരുന്നു. കുഴപ്പമില്ല. ബില്ല് ഞാൻ കാണിച്ചല്ലോ, 1981. ആദ്യമായിട്ടാണ് ഇത്രയും റേറ്റിന് കഴിക്കണമെന്ന് തോന്നുന്നു അല്ലേ ഏട്ടാ? നമ്മൾ ഇത്രയും റേറ്റ് കൂടിയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അത്രയും എമൗണ്ട് ഉള്ളത് ഓർഡർ ചെയ്യൂല ചേട്ടൻ. ഇതൊന്നും നോക്കാതെ ഓർഡർ ചെയ്യും. ഞാൻ ഭയങ്കര പിശിക്കുകയാണ്, കാണും പോലെയൊന്നുമല്ല. എന്ത് നോക്കണം നിങ്ങൾ? അങ്ങനെ ലുക്ക് കാണിച്ചു തരാം. ഞാൻ തള്ളണം. കൊള്ളാം, അടിപൊളി. വല്ലതൊക്കെ കാണും, കയറിപ്പോവും പാൻറ്റിൻ്റെ അകത്ത്. വെള്ളവും കൂടെ വാങ്ങിച്ചിട്ട് ഒരാൾ എന്നല്ലേ ഏട്ടാ? പാൻറ്റിൻ്റെ അകത്ത് തന്നെ ഏട്ടാ. നിങ്ങൾ അടിച്ച് കീഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ട് ലുക്ക്. ആര് വായിച്ച? ആയിഷ് കരയാണ്. ആയിഷ് പറഞ്ഞുതരാം. എൻ്റെ കണ്ണാടി കൊള്ളാമോ? 100 രൂപയുടെ കണ്ണാടിയാണ്. ലുക്കല്ലേ? ഇന്നലെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, വണ്ടി ഓടിക്കണം. കൊള്ളാം? കൊള്ളൂല. അതാകും കാര്യം. നോക്ക്, എന്റെ ക്ലാസ് ആണ്. ഓ പിന്നെ ഇവിടെ കാല് വെള്ളത്തിൽ തട്ടും കേട്ടാ. ഞാൻ അറിഞ്ഞില്ല. വായും തുറന്നിരുന്ന് എന്തിനൊക്കെ തള്ളി വിടണം. എന്നെ കാണാതിരിക്കുമല്ലേ? വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറയാം. നല്ല വെട്ടമുണ്ട്. പക്ഷെ വേറെന്തിനു പറയാം? ഇവിടെ ഇത്തിരി സമാധാനമുണ്ട്. നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്, ചെറു ചൂട് വെയിൽ. എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങിച്ചോണ്ട് വന്നാൽ ഇവിടെ നിന്ന് തിന്നായിരുന്നു അല്ലേ? ഇപ്പം തീർന്നു. വാങ്ങിച്ചോണ്ട് വന്നാൽ തീർന്നു. നെല്ലിക്ക മാങ്ങി. നിങ്ങൾ കണ്ണടച്ചായിരിക്കണം, കണ്ണ് തുറന്നായിരിക്കണം, കണ്ടുകൂടാ. ഇവിടെ ബിയർ കുപ്പിയൊക്കെ കിടക്കണം വെള്ളത്തിൽ. നമുക്ക് മുമ്പ് വേറെ പയ്യന്മാരൊക്കെ വന്നിട്ട് പോയി. എന്തൊരു തിരക്ക് ഇന്ന് ഷാപ്പില്. കുളവാഴ നിൽക്കണേട്ടാ. പണ്ട് ആട്ടിന് പശുവിനൊക്കെ അറുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ചെമ്മുട് കണക്കിന്. എനിക്ക് വേണ്ട കയ്പ്. കൂടെ അങ്ങോട്ട് കണ്ണാടി വെച്ചോണ്ട് ഉറങ്ങുന്നു. അപ്പോൾ ഇത്രേ ഉള്ളല്ലേ ഏട്ടാ വീഡിയോ? അപ്പോൾ ഇന്ന് 3-ാം ഓണം അല്ലേ ഏട്ടാ? 3-ാം ഓണം. 3-ാം ഓണത്തിനാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഏട്ടാ. ഈ വീഡിയോ ഇടാൻ കാരണം എന്തെന്നറിയാം? നമ്മൾ ഇടയ്ക്ക് പൊന്മുടി വ്ളോഗ് ചെയ്തായിരുന്നല്ല, അതിന് അത്യാവശ്യം റീച്ചും ലൈക്കും കമൻറ്റും ഒക്കെ വന്നു. കുറച്ച് പേരെങ്കിലും നമ്മൾ അറിയാൻ തുടങ്ങി. അറിയാനല്ല, നമ്മൾ ഈ വായിട്ട് അലക്കണോണ്ടായിരിക്കും. കുറച്ച് പേര്, എല്ലാവരും ഒന്നുമല്ല, കുറച്ച് പേര് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ട അതിൻ്റെ ഇതിൽ ചോദിക്കുകയും വീഡിയോ കൊള്ളാമെന്ന് പറയുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങിയത്. അതല്ല, ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തിരക്കാണ്, എടുക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് വീഡിയോയിലെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, ഒരു ടെക്സ്റ്റൈൽസിൽ. ഒരുപാട് വർഷങ്ങളായി പോകാതെ വീട്ടിൽ തന്നെ വായി നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ഇപ്പം പഴയതുപോലെ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം കുറച്ച് തിരക്കാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും കൂടി സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഇടാത്തത്. എന്നാൽ കിട്ടണ സമയത്തൊക്കെ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിടുന്നുണ്ട്. യൂട്യൂബിൻ്റെ കാര്യമാണ് എനിക്ക് ഭയങ്കര വിഷമം. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനേ പറ്റണില്ല. പിന്നെ ഈ ഷാപ്പിലെ വീഡിയോ ഉണ്ടല്ലോ, ഓൾറെഡി ഞാൻ എൻ്റെ പഴയ യൂട്യൂബ് അക്കൗണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം റീച്ചുള്ള അക്കൗണ്ടായിരുന്നു. പക്ഷേ അത് അടിച്ചു പോയി അക്കൗണ്ട്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ പച്ച പോന്ത്. അയ്യോ നോക്ക്, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണം, അതിന്റെ ഫ്രണ്ടിൽ ചാടി വീണു പുല്ല്. ഓട്ടിരി ചേട്ടാ, അത് കടിക്കും. ആ പോണ. അയ്യോ ചേട്ടാ, ഇതിനത് ഓട്ടിരി. ഇന്ന് അങ്ങോട്ട് ഓട്ടിരി. അത് ഇതിൽ കയറാനാണ് നോക്കണം. നമുക്ക് അവിടെ ഇരിക്കണത് പോണില്ല. എവിടെ എനിക്കും കണ്ടുകൂടാ. എവിടെ ഏട്ടാ?
അമ്മ ചേട്ടൻ എന്തിന് വാട്ടും എങ്ങ എവിടെ ഞാൻ കണ്ടില്ല എവിടെ ഏട്ടാ മരിച്ചിനില്ല എവിടെ ഇങ്ങോട്ട് വരാതിരുന്നാ മതി എവിടെ ഞാൻ എന്തിനു പറഞ്ഞോണ്ടെന്ന യൂട്യൂബിന്റെ കാര്യല്ലേ അത് കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ പറയാം ഓന്ത് ശല്യപ്പെടുത്തി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പറ്റും എന്നാൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ എല്ലാത്തിലും അപ്ലോഡ് ചെയ്യാറുണ്ട് എന്തൊരു ഇടയ്ക്ക് നമ്മൾ പർച്ചേസിങ് വീഡിയോ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലിടുന്ന സെയിം വീഡിയോ തന്നെയാണ് അതിലിടുന്നത് ചിലപ്പോൾ ചെറിയ ചെറിയ ഇത് സംഭവങ്ങൾ അതിലും കയറ്റി ഇതിലും ഇടുവേ ഇൻസ്റ്റയിൽ ഫുള്ള് ഷോർട്സേ ഉള്ളൂ പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കണം അതിനൊന്നും താല്പര്യമില്ല കേട്ടോ അത് തുടങ്ങിയ അത്യാവശ്യം ക്യാഷൊക്കെ കിട്ടും പക്ഷേ അത് വേണ്ട നമുക്കത് വേണ്ട ഇതിൽ ഞാൻ ഇൻസ്റ്റയിലും അത് ഓണാക്കിയായിരുന്നു ഓപ്ഷൻ 1 മാസം 2 മാസമൊക്കെ ഇതായാലല്ലേ അത് പ്രയോജനമുള്ളൂ ഞാൻ ആക്റ്റീവ് അല്ല നീ പോയിടിച്ചായിച്ചു അതിൽ ആക്റ്റീവ് ആയാലേ മണി കിട്ടുള്ളൂ മണിക്ക് വേണ്ടിയാണല്ലോ സംഭവം ഇതെല്ലാം ചെയ്യണത് പക്ഷെ ഞാൻ ആക്റ്റീവ് ആവൂല എനിക്ക് പിന്നെ അതിനെപ്പറ്റി പിന്നെ അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെയൊക്കെ ചെയ്താണ് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് തള്ളിക്കൊണ്ട് പോണത് പിന്നെ ഒരിടത്ത് എത്തിയില്ല എത്തുമായിരിക്കും ഈ FB ഇതിന് ചാട്ടം നിങ്ങൾ അതിനെ എറിഞ്ഞ് ഇങ്ങോട്ട് വരുത്തല്ലേ FB തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു പ്രയോജനവും ഇല്ല അതിൻ്റെങ്കിലും എന്തെങ്കിലും കിട്ടിപ്പോയിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു എല്ലാവരും മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും മെസ്സേജ് ഇട്ട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് മോണിറ്റൈസേഷൻ ആയാ പൈസ കിട്ടിയാ ഒന്നും കിട്ടിയില്ല വെറുതെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഫോട്ടോയും വീഡിയോസും എല്ലാം ഇടുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ് വരിയായി പോകുന്നു ആയുഷ്യായിട്ട് ലാസ്റ്റാണ് കാണിച്ചു തരാം ആയുഷ് വരിയായി പോകുന്നു നോക്ക് എടാ വാ കാക്കറി പറക്കാവാ ടാറ്റാ